സ്വകാര്യ ബസ്സുകൾ പതിവായി സർവീസ് മുടങ്ങുന്നതിനെതിരെ പരാതി നൽകിയ പൊതുപ്രവർത്തകനെ ബസ് മുതലാളി മർദ്ദിച്ച് കാല് തല്ലി ഒടിച്ചു. ഇവിടെ തലക്കെട്ട് ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ മേൽ ഒത്തിരി ചവിട്ടി. എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പെറ്റി കേസ് പോലും ഞാൻ അടയ്ക്കില്ല, രാഷ്ട്രീയ സ്വാധീനം CPMൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. സ്വകാര്യ ബസ്സുകൾ പതിവായി സർവീസ് മുടങ്ങുന്നതിനെതിരെ പരാതി നൽകിയ പൊതുപ്രവർത്തകനെ ബസ് മുതലാളി മർദ്ദിച്ച് കാല് തല്ലി ഒടിച്ചു. പെരിങ്ങാട്ടൂർ ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇടയ്ക്കാട്ടിൽ ജയകുമാർ എന്ന പൊതുപ്രവർത്തകനെയാണ് ഒരു ബസ് മുതലാളി മർദ്ദിച്ച് കാല് തല്ലി ഒടിച്ചത്. സെൻറ്റ് തോമസ് എന്ന ബസ്സിൻ്റെ ഉടമ പൈങ്ങോട്ടൂർ വീപ്പനാട്ട് ജോബിക്കെതിരെ പോത്താനിക്കാട് പോലീസ് കേസെടുത്തു. പക്ഷേ കേസെടുത്തെങ്കിലും ഇയാൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി പോലീസ് സംരക്ഷിക്കുകയാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജയകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. ജയകുമാർ ഇപ്പോൾ മറുനാടിനൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇത്തരത്തിൽ താങ്കളുടെ കാല് തല്ലി ഒടിക്കാൻ ഇടയായ സാഹചര്യം? ഈ ബസ് വർഷങ്ങളായിട്ട് പെർമിറ്റ് മേടിച്ച് പിന്നെ ഫുള്ള് ട്രിപ്പ് ഓടില്ല. രാവിലെയും വൈകുന്നേരം മാത്രമേ, രാവിലെ 2 ട്രിപ്പ് എടുക്കും, ഉച്ച കഴിഞ്ഞ് 2 ട്രിപ്പ് എടുക്കും. അങ്ങനെയാണ് സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. അതിന് ഒത്തിരി ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാനല്ല ആദ്യം ആ നാട്ടിലുള്ള ആൾക്കാർ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത് റിപ്പോർട്ടായി. പുള്ളിക്ക് ഫൈൻ അടപ്പിച്ചു 7,000 രൂപ വെച്ച്. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പുള്ളി എന്നെ ഞാൻ മുള്ളരിങ്ങാട് റൂമിൽ താമസിച്ചിരുന്ന സമയത്ത് റൂമിൽ കയറി തല്ലി. അതിന് കാളിയാർ പോലീസ് പുള്ളി ആളെ പറഞ്ഞു വിട്ടാൽ തല്ലിച്ചത്. ആ തല്ലിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കേസെടുത്തിട്ടുണ്ട്. അന്ന് അവിടെ ഇരുന്ന CA വരെ ഈ പാർട്ടിക്കാരി എന്ന് പേടിപ്പിച്ചു. പക്ഷേ CA നമ്മുടെ അവസ്ഥ അറിഞ്ഞിട്ട് അന്ന് പുള്ളി CA നമുക്ക് അനുകൂലമായിട്ട് FIR ഇട്ട് ഇവർക്ക് ജാമ്യം എടുക്കേണ്ടി വന്നു. ആ ജാമ്യം എടുത്തു കഴിഞ്ഞ് പിന്നെയും പിന്നെ ഞാൻ പരാതി കൊടുത്തു. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 29-ാം തീയതിയാണ് അതിൻ്റെ റിപ്ലൈ വന്നേക്കണേ. 29-ാം തീയതി വന്നതിൽ ഇടുക്കി ആർടിഒയോട് ഇത് നടപടി എടുക്കാൻ പറഞ്ഞാൽ വന്നേ. പക്ഷേ ഇടുക്കി ആർടിഒ അത് എടുക്കില്ല. ഇവിടെ ഈ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ പുള്ളിക്ക് സപ്പോർട്ടാണ്. ആ സപ്പോർട്ടായതുകൊണ്ട് ഇടുക്കി ആർടിഒ ഭരിക്കണ ആ ഓട്ടോ കൺസൾട്ടാണ്. അതുകൊണ്ടാണ് ഇത് നടപടി എടുക്കാതെ തന്നെ. ഇപ്പം നടപടി എടുക്കാതെ വന്നിട്ട് ഇപ്പോൾ ആർടിഒയ്ക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പറ്റുള്ളൂ. നടപടി ഇപ്പോൾ ഈ DTC ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞ് ആൾ പറഞ്ഞിട്ട് പോലും നടപടി എടുക്കാനില്ല. പിന്നെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല. പോലീസിൽ പരാതി നൽകിയില്ലേ ഈ കാല് തല്ലി ഒടിച്ചതിന്? അപ്പോൾ പോലീസ് എന്താ പറയുന്നത്? പോലീസ് നമ്മൾ പറഞ്ഞേക്കണ വകുപ്പിട്ട കേസിട്ടെന്നാണ്. കാലിന് അസ്ഥിക്ക് പൊട്ടലുണ്ട്. ആ പൊട്ടലുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർ ഇതുവരെ പ്രതിനെ അറസ്റ്റ് ചെയ്തത്. അന്നേരം ഒരു പ്രധാനമന്ത്രി വരുവാണ്, അതിന് തിരക്കുണ്ടെന്നും പറഞ്ഞ് കുറേ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടുപോയി. എന്നിട്ട് ഇതുവരെ വിളിപ്പിച്ചിട്ട് പോലുമില്ല. വിളിച്ച് കോടതിയിലേക്ക് വിടാൻ പറഞ്ഞിട്ട് കോടതിയിലേക്ക് പോലും അത് വിട്ടിട്ടില്ല. താങ്കൾ എവിടെ വെച്ചാണ് ഈ മർദ്ദിക്കുന്നത്? പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച്. രാവിലെ ഞാൻ അവിടെ ചായ കുടിച്ചിട്ടിരിക്കുകയാണ് രാവിലെ 6:15. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ താക്കോൽ ഏതാണ്ട് കയ്യിലുണ്ടായിരുന്നു. പുറകിൽ വന്ന് നിന്നിട്ട് തല ജോബി വർഗീസ്, സെൻറ്റ് തോമസ് ബസിൻ്റെ ഉടമ ജോബി വർഗീസ്. പുള്ളി എൻ്റെ ഇവിടെ തലക്കെട്ട് ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ മേൽ ഒത്തിരി ചവിട്ടി. സാക്ഷികൾ ആ കടക്കാരനുണ്ട്. പക്ഷേ ആ കടക്കാരനെ അവർ ഭീഷണിപ്പെടുത്തിയിട്ട് ഇപ്പോൾ സാക്ഷി മൊഴി കൊടുക്കാൻ കണ്ടില്ല എന്നുള്ള ഇതിൽ പറഞ്ഞു. ഞാൻ ചായ കുടിച്ച് ഒരു ഗ്ലാസ് ചായ മേടിച്ചിട്ട് എടുത്ത് കുടിക്കണുള്ളൂ. ആ സമയത്ത് എനിക്ക് ഇടി കിട്ടണേ. ആളില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ 10 രൂപ പൈസ പോലും കൊടുത്തില്ല. അതിന് മുമ്പ് ഇടി കിട്ടി. അടി കിട്ടിയിട്ട് പോലീസ് ഇവരെ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ ഇത് ചെയ്തേക്കണേ. ഇപ്പം ഇത് ആരോട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചെയ്യാൻ പറ്റും? CCTV ഒന്നുമില്ല. CCTV ഉണ്ട്. അത് പോലീസിനെ എടുക്കാം. അവിടെ ആ ബസ് സ്റ്റാൻഡ് എല്ലാ കേസിലും അതെടുക്കും. പക്ഷേ ഈ കേസിൽ എടുത്തിട്ടില്ല. കേരള ബാങ്കിൻ്റെ CC ക്യാമറ വെച്ചേക്കണത് ഞാൻ ഇടി ഉണ്ടായ സ്ഥലത്തേക്കാണ് വെച്ചേക്കണേ. അതെനിക്കും അറിയാം. ഞങ്ങൾ നേരത്തെ പല കാര്യങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ ഇല്ലയെന്ന് പറയാൻ ബസ് സ്റ്റാൻഡ് മൊത്തം കവറേജ് കിട്ടാൻ പാകത്തിനാണ് വെച്ചേക്കണേ. എന്നിട്ട് അതുപോലും എടുത്തു നോക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ സ്വാധീനം CPMൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഈ ജോബി തന്നെ പറഞ്ഞ് തൊടുപുഴ വെച്ച് മറ്റേ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പെറ്റി കേസ് പോലും ഞാൻ അടയ്ക്കില്ല, അങ്ങനെ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അതാണ് നിങ്ങളെ വിളിക്കാനുള്ള കാരണം. അങ്ങനെ പറഞ്ഞു നമ്മളെ തൊടുപുഴ എന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുന്നില്ലേ? അത് ഞാൻ SP-ക്ക് പറഞ്ഞായിരുന്നു. SP-നെ വിളിച്ചു പറഞ്ഞു. SP നോക്കാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്കൊന്നും കൊടുക്കില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആൾക്കാർ ഈ വണ്ടിക്കെതിരെ പരാതി 150 കേസുള്ള, എന്നിട്ട് നടപടി എടുക്കണില്ല. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കാര്യമുണ്ടോ? 150 കേസെങ്കിലും ഇതിൻ്റെ അകത്ത് പരാതിയുണ്ട് ചുരുങ്ങിയത്.
അത് ആൾക്കാരെല്ലാവരും ഒപ്പിട്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, മെമ്പർ വരെ ഒപ്പിട്ടേക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പറെ ഒപ്പിട്ടിട്ട് കൊടുത്തേക്കണേ. അതിൽ വരെ ആ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലൊക്കെ തന്നെ ചെയ്യണേ. സ്വാധീനം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് കാണിക്കാൻ പറ്റുമോ? എന്തായാലും ജയകുമാറിനെ ക്രൂരമായി മർദ്ദിച്ച ഈ ബസ് മുതലാളിക്കെതിരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം രാഷ്ട്രീയ സ്വാധീനമാണ് എന്നാണ് ഇപ്പോൾ ജയകുമാർ ആരോപിക്കുന്നത്. ഒരു സാധാരണക്കാരൻ ഒരു പരാതി നൽകിയാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടുന്ന സമീപനം എന്താണെന്ന് കൂടി ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ അയാൾക്ക് ഒരു രീതിയിലും നീതി ലഭിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇതോടുകൂടി വ്യക്തമാകുന്നത്. ഇനിയെങ്കിലും അധികാരികൾ ഇടപെട്ട് എത്രയും വേഗം തന്നെ ജയകുമാറിന് നീതി വാങ്ങിക്കൊടുക്കണം. കാല് തല്ലിയൊടിച്ചു, കാലിൽ പൊട്ടലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും അറസ്റ്റ് ചെയ്യുവാനുള്ള എല്ലാ വകുപ്പുകളും ഇതിനകത്തുണ്ട്. പോലീസ് ഇതിൽ ഒത്തുകളിക്കുകയാണ് എന്നാണ് ജയകുമാർ ഇപ്പോൾ ആരോപിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ്, മറുനാട് TV.